ഒരു സ്ഥാപനത്തിൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് 69 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ഒരു പ്രതിഫലം പഠിക്കാൻ അവാർഡ് പഠിക്കാൻ പോകുന്ന ഏറ്റവും നല്ല എംപ്ലോയീസിനുള്ള അവാർഡ് പഠിക്കാൻ പോകുന്ന 2 വനിതകളാണ് ഇതാ പോണത്. മറ്റൊരു യുവതിക്ക് അവാർഡ് പഠിക്കണതും മുഖം കാണിക്കുന്നതും ഇഷ്ടമല്ലാതുകൊണ്ട് ഇപ്പോഴും ആ ലേഡി ഒളിവിൽ നിൽക്കുകയാണ്. അത്രയ്ക്ക് നാണം കെട്ട അതപ്പതിച്ച ഒരു തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ്, അതും സ്ത്രീകൾ ചെയ്യുന്ന സാമ്പത്തിക തട്ടിപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു സംഭവത്തിൽ അതിന്റെ ഓണറായിട്ടുള്ള ദിയ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് നിങ്ങൾ 3 പേരും സമൂഹത്തിന് മുമ്പിൽ തല കാണിക്കാത്ത, നിങ്ങളുടെ മുഖം കാണിക്കാതെ നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ആ ദിയ ശപിച്ചിട്ടുണ്ടായിരുന്നു. അതും 1-2 ലക്ഷം 69 ലക്ഷം രൂപയാണ് ഇവരുടെ QR കോഡ് വെച്ചിട്ട് അവർ തട്ടിയെടുത്തത്. എന്നിട്ട് അവർ പിടിക്കപ്പെട്ടപ്പോൾ, ഈ സാമ്പത്തിക തട്ടിപ്പിൽ അവർ പിടിക്കപ്പെട്ടപ്പോൾ അവർ ആ കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണം ഏറ്റവും വലിയ കോമഡി. ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി, കൃഷ്ണകുമാറെന്നും കുടുംബം ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച രീതിയിലാണ് വാർത്ത വന്നത്. അത് സത്യാവസ്ഥ അറിയാതെ അന്ന് കുറെ മാധ്യമ ചാനലുകൾ അവർക്കെതിരെ തിരിഞ്ഞു. ലാസ്റ്റാണ് പിന്നെ സത്യം അറിഞ്ഞത്. ഒരു സ്ഥാപനത്തിലെ ഉടമ ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ചതിച്ച് വഞ്ചിച്ച് നിങ്ങൾ നേടിയിട്ടുള്ള 69 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു കാലത്ത് ഉപയോഗപ്പെട്ടില്ല എന്നൊരിക്കൽ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യം. ഒരു സ്ഥാപനത്തെ കുട്ടിച്ചോറാക്കാൻ നോക്കിയ ആളുകളാണ് ഇവർ. അതായത് അന്നം കൊടുത്ത് കൈക്ക് കൊത്തെന്ന് പറയുന്ന ഒരു പ്രവണത ഇവിടെ കാണിച്ചു. ഇവർ നാളെ ഒരു സ്ഥാപനത്തിലും ജോലിക്ക് കയറരുത്. ആ രീതിയിൽ വേണം പോലീസ് ഇവരെ പൂട്ടാൻ. ആ സ്ഥാപനത്തിൽ ഉടമ ആരായിക്കോട്ടെ, അവർ സിനിമാ നടനായിരിക്കും, ഇവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അവർക്ക് വ്യക്തിപരമായ പല കാര്യങ്ങളുണ്ടാവും. അവർ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അവിടെ ബിസിനസ് ഇറക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളെ സ്റ്റാഫായിട്ട് നിർത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ചതിച്ച് നേടിയത് ഒരു നേട്ടമല്ല.